ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CPM ആണ് കളിക്കാൻ പോണേ. കുറേ ദിവസമായി നമ്മൾ ബാക്കി ഗെയിംസ് കളിച്ചിട്ട്. ഇപ്പോൾ ട്രെൻഡിങ് ചെയ്യുമ്പോൾ ഇതായതുകൊണ്ടാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല, കുറച്ച് തിരക്കിലായിരുന്നു ഗൈസ്. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. ഒന്ന് ക്ഷമിക്കാം, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അതിൻ്റെ മിസ്റ്റേക്കാണ് ഗൈസ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം. ഇന്ന് ഞാൻ ഇന്നൊരു ഓട്ടോ ഷോന് പോട്ടോ ഗൈസ്. ഓട്ടോ ഷോന് മുമ്പ് ഏത് വണ്ടി എടുത്ത് പോകണമെന്ന് എനിക്കറിയില്ല. ഓട്ടോ ഷോന് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഏതാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ BMW കളർ വീണ്ടും മാറ്റിയിട്ടാവും. ഒരു ഗ്രേപ്സ് മാതിരിയുള്ളൊരു കളറാണ് മാറ്റിയത്. എന്നാലും നമുക്ക് ഓട്ടോ ഷോന് പോവാം. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ഫ്രണ്ട് പറഞ്ഞത് ഒരു KTM കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തരാം. ഞാൻ ഫ്ലൈൻ സ്കൂളുകൾ അടുത്ത വർഷം മുമ്പ് എടുത്ത ഗൈസ്. കാരണം അതിൽ സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഗൈസ്. സ്റ്റിക്കറൊക്കെ കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറെ KTM കാർ മീറ്റിങ്ങിന് ചെയ്യുമ്പോഴാണ്. ഇപ്പം നമ്മളെടുത്ത് KTM കാർ ആയതുപോലെ നമ്മളെ ഈ വണ്ടി ഉണ്ടല്ലോ, ടർബോ സ്നേഹിലുണ്ട്. ഇപ്പോൾ ടർബോ സ്നേഹിൽ എടുക്കല്ലേ ഗൈസ്. അതെന്ന് പറഞ്ഞ് ബ്ലാക്ക് ആക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓര് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ സിറ്റി വണ്ണിലൊരു സ്ഥലമാണ്. മറ്റൊരു പാർക്ക് അതിൻ്റെ അടുത്താണ്. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാത്ത മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള വായി ചിലപ്പോൾ അറിയിക്കില്ല. അതുകൊണ്ടാണ് ഗൈസ്. നിങ്ങൾക്ക് ഓട്ടോറിക്ഷ എന്തായാലും അവിടെ പരിപാടിയൊന്നും നിങ്ങൾക്ക് പോകണമല്ലോ. പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പോകാൻ സ്ഥലം അറിയണ്ടേ. ആ സ്ഥലം ഞാൻ പറഞ്ഞു. സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്. ഫ്രണ്ട് ആളുണ്ട്. ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി. ഫ്രണ്ടാണ് ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. വണ്ടി ഇറക്കിയിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഗൈസ്. എനിക്ക് വീടിനൊക്കെ ചെയ്യാനാണ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഞാൻ കുറേ ആൾക്ക് മെസ്സേജ് ചെയ്തു. മറ്റേ ആൾ ഫ്രീ അല്ല. അപ്പം ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ തന്നെ കാണിച്ചു വിചാരിച്ചു. പക്ഷെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ഇടാൻ പറ്റും. എന്തായാലും നിങ്ങൾ ശ്രമിക്കാറൊക്കെ ഞാൻ മറന്നു പറയും. അടുത്തെന്തെങ്കിലും റീലിനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോസ്റ്റ് തരാൻ ശ്രമിക്കാം. നമ്മളെ സ്ഥലം ഇതിലാണ്. ഇത് കുറച്ച് മ്യൂസിൻ്റെ കട്ടായിട്ട് സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ അറിയായിരിക്കും. ബിസിനസ് ആയിട്ടുള്ള പ്ലെയർക്ക് അറിയായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ള നോക്കാം. ഇവിടെ എന്താ മൊത്തം സ്റ്റോക്ക് കയറി ഒക്കെ സ്റ്റോക്കാണല്ലോ. ഇവിടെ ലക്ഷറിയാണ് പക്ഷെ സ്റ്റോക്കല്ല. ഇങ്ങനൊക്കെ സ്റ്റോക്ക് ഒന്നും ഇവിടെ KTM കാർസൊന്നും അലൗഡല്ലേ. ഞാൻ ഈ ഓട്ടോസിൻ്റെ അവിടെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു. അവിടെ ഏത് വണ്ടി വേണമെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. സ്റ്റിക്കർ പ്രശ്നമുണ്ടോ ചോദിച്ചിനെ. ഓരോന്നും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ എന്താ ഓരോക്കെ സ്റ്റിക്കർ അടിക്കാതെ അവരെ ഇഷ്ടമാണല്ലോ. അവർക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ അടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എന്തല്ല ആവട്ടെ. നമുക്ക് നമ്മളെ ഫ്രണ്ട് എവിടെയുള്ള നോക്കാം. ഫ്രണ്ട് ഒരു വള്ളക്കാറിൽ തന്നെയല്ല. വള്ളക്കാർ അവിടെ അതാണെന്ന് വിചാരിക്കുന്നു. ഇതെന്നാണോ ഗൈസ്. അവൻ്റെ ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ്. എൻ്റെ ഒരു ലോഗോ ഒഴിവാക്കിയ വണ്ടിയാണ്. ആ ഇതന്നെ ഇതന്നെ അത് തന്നെ. ഇവ എവിടേക്കുള്ളത്? പിന്നെ അത്ര നേരം ഇവൻ പറഞ്ഞേ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്
എന്തായാലും ആളെ വിളിച്ചു നോക്കട്ടെ ഗൈസ്. ഹലോ ഹലോ, നീ എവിടെയാടിയുള്ളേ? ഞാനും ഇപ്പൊ പാലക്കാടാണല്ലോ. പാലക്കാടോ? ഞാൻ ടൂർ പോയതാ എൻ്റെ ഫ്രണ്ട്സ്. എടി പൊട്ടത്തിയ, നീ ഇവിടെ ഉണ്ടല്ലോ ആളെ പഠിക്കലേ. പാലക്കാടൊപ്പം ഇല്ലത്? ഞാൻ പാലക്കാട് കറക്റ്റ് അറിയില്ല. ഞാനിവിടെ വന്നതിപ്പോൾ ഒരു സ്ഥലത്താണ്. സ്റ്റാർ ഹൗസിൻ്റെ ഉള്ളിലോ? സോറി, ഞാൻ പാലക്കാടിന് പറഞ്ഞു. സ്റ്റാർ ഹൗസിൻ്റെ ഉള്ളിലോ? ഞാൻ അങ്ങോട്ട് വന്നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സ്ഥലം മാറിയതൊന്നും അറിയില്ല. നീ വന്നതൊരു നിന്റെ കാറൊക്കെ ഞാൻ അവിടെ കൊണ്ടുവരും. വൈറ്റ് കാറിലല്ലോ നിന്റെ വന്നത് നീ? എനിക്ക് അതുമാതിരി ഒരു വണ്ടി കൂടി ഇല്ലേ? എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ. അപ്പം നിങ്ങളെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലല്ലേ വന്നേ? ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. ഗൈസ്, നിങ്ങൾ പറഞ്ഞെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ലേ? ഓള് വന്നിട്ടുണ്ട്, പറഞ്ഞാലും കേട്ടിട്ടുണ്ടാവും. സ്റ്റാർ ഹൗസിൻ്റെ അവിടെ ഉണ്ട് പറഞ്ഞേ. മറ്റേ ഇത് തന്നെയാണോ? ഇതാണ് എൻ്റെ അനിയത്തി. ആയിരിക്കും. ആണോ? ആ ഡി മോളെ, ഇത് ഫ്രണ്ട് വാങ്ങി തന്ന ഡ്രസ്സാ? അടിപൊളി. അടി ബാക്കോട്ട് നീ അങ്ങോട്ടടി പോണേ? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ എടാ, നീ കണ്ടടി ഓളെ? നിന്റെ നമ്പർ തന്നെ അടിയത്. ആ ബ്ലൂ ഡ്രസ് ഇട്ടോണേ. ഇപ്പൊ ലവറിനൊന്നും വേണ്ടാലോ. നിന്റെ ഫ്രണ്ട് ഈ കൂട്ടത്തിൽ എന്തിനാ പോയിക്കണ്? ശരി, ബോയ് ഫ്രണ്ട്. എടി, നിന്റെ സെയിം ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു പെണ്ണ്. അതെൻ്റെ ഫ്രണ്ടാടാ. അതെൻ്റെ ഫ്രണ്ടിക്ക് എനിക്ക് ഒരേ ഡ്രസ് വാങ്ങിച്ചതാ. നീ എന്താടി ഡാൻസ് ഒക്കെ കളിക്കണേ? അത് ഞാനല്ല, എൻ്റെ ഫ്രണ്ട്. ഞാൻ ബാക്കിൽ നിൽക്കുന്നു. ബാക്ക്. സംസാരിക്കുന്നില്ല. ഒരാൾ കോളയല്ലേ? ഗൈസിൻ്റെ അനിയത്തി ഡാൻസ് കളിക്കും. അപ്പോൾ നമുക്കൊന്ന് ഡാൻസ് കളിക്കാതെ? നമുക്കൊന്ന് ഡാൻസ് കളിക്കാം. ഏത് ഡാൻസ് കളിക്കും? ഏതെങ്കിലുമൊക്കെ ഒരു ഡാൻസ് കളിക്കാം. ഞാൻ കോഴി ഡാൻസ് കേട്ടോ കളിക്കണേ. കോഴി ഡാൻസ്. ഇതൊക്കെ പണ്ടത്തെ കരാട്ട സ്കില്ലൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഡാൻസും കഴിഞ്ഞ നടത്തിയുണ്ട്. എൻ്റെ ഫേവറേറ്റ് വണ്ടി കേട്ടോ ഗൈസ്, ഈ G-Wagon. ഇവിടെ ഈ സ്ഥലത്ത് പിന്നെ മൊത്തം സൂപ്പർ കാർസും റെയർ കാർസും ഒക്കെയാ. അതുകൊണ്ട് പിന്നെ ഞാൻ നെട്ടൻ്റെ അവസ്ഥ ഒന്നുമില്ല. ഇതാ ഇവിടെ ഒരു സൂപ്പറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ സൂപ്പർ കണ്ടാണെങ്കിലുണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സൂപ്പർ. അതെ, ഇപ്പോൾ അതിൻ്റെ ലുക്കൊക്കെ മാറ്റി. ഇപ്പോൾ പോലീസുകാർ പിടിച്ചപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കുറച്ച് ഇങ്ങനെയായി. ബാക്കിൽ നോസ് കുറേ വർക്കുണ്ടായിരുന്നു. ഒരു അറിമോ ഇത് പിന്നെ നിയമത്തിൻ്റെ വഴിക്ക് പോകണ്ടേ? ഒരു ഓട്ടോഷോ ഒക്കെ തുടങ്ങാനായ ഗൈസ്. ഞാൻ അവിടെ പാർക്ക് ചെയ്യാൻ വന്ന മതിയായി പോയത്. നമുക്ക് അവിടെ ആള് കൂടിയേക്കാണ് സ്ഥലത്ത് പോയിട്ടൊന്ന് വണ്ടി ഒന്ന് പൊട്ടിക്കാലോ? അവിടെ നെട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയിട്ടാവട്ടെ. നമ്മളെ വണ്ടിയുടെ തീ പാർക്ക് ചെയ്യാം. ആൾക്കാർ റിയാക്ഷൻ ഒന്നും എനിക്ക് കാണാമല്ലോ. ഞാൻ എന്തായാലും ഇവിടെ നിർത്തണേ. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ അവിടെ. എൻ്റെ ഫ്രണ്ട് പോയോ? എന്തായാലും പണ്ടൊക്കെ മുട്ടിക്കുക. നമ്മളെ എടുത്തിക്കുന്ന വണ്ടി ഏതാണോ കണ്ട? അതിനും അതെല്ലാം നമ്മുടെ അടുത്തല്ലേ. നമ്മള് ബസ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങളുടെ കമൻറ്റ് ബോക്സ് പറഞ്ഞാൽ മതി. ബസ് നിങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 1000 കോയിൻസാണ് ബസ്സിൻ്റെ റേറ്റ്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 1 മില്യൺ വണ്ടി തരാം. 1 മില്യൺ ബസ് സെയിലിട്ടുണ്ട്. 1 മില്യൺ അധികമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ആണെങ്കിൽ കുറച്ച് തരാം. എന്നാൽ ശരി, ഒരു 5 ലാക്ക് ഒതുക്കാം. ഒരു ഹൗസ് മേടിക്കണം. എല്ലാവരും നമ്മളെ വണ്ടി വീഡിയോ എടുക്കണ്ടേ. മോനെ അടി ഞാൻ പോവാട്ടോ. ബൈ. പിന്നെ ഒരു ദിവസം കാണാം. ട്രിപ്പായി നിന്റെ വീട്ടിലേക്ക് വരണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചാനൽ നമ്പർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ഇതിനും അടിപൊളി വീഡിയോ ആയി വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.